യുവ സംവിധായിക നയന സൂര്യന്റെ ദുരൂഹ മരണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ഇന്നു മുതൽ മൊഴിയെടുപ്പ് ആരംഭിക്കുകയാണ്. നയനയുടെ സഹോദരന്റെയും 3 സുഹൃത്തുക്കളുടെയും മൊഴിയാകും ആദ്യം ശേഖരിക്കുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹരിഷ്മ SL ചേരുന്നു. ഹരിഷ്മ, ഈ അന്വേഷണം വളരെ പെട്ടെന്ന് തന്നെ 1 മാസത്തിനകം പൂർത്തിയാക്കാനുള്ള നീക്കമാണിപ്പോൾ പുതിയ അന്വേഷണ സംഘം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളുടെയും സഹോദരന്റെയും അടക്കം മൊഴി രേഖപ്പെടുത്താൻ ആരംഭിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, യുവ സംവിധായികയായിട്ടുള്ള നയന സൂര്യന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് മൊഴിയെടുക്കലിലേക്ക് നീങ്ങാനായി ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ നയനയുടെ സഹോദരന്റെയും നയനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരുടെയും മൊഴിയാകും ശേഖരിക്കുക. ഒപ്പം തന്നെ ഇവരുടെ മൊഴി മുൻപ് ലോക്കൽ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളും പോലീസ് പരിശോധിക്കും. ഒപ്പം തന്നെ നയന വാടകയ്ക്ക് താമസിച്ചിരുന്നത് തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ആൾത്തർ നഗറിലെ വീട്ടിലായിരുന്നു. ആ വീട് കേന്ദ്രീകരിച്ചുള്ളതും ആ വീട്ടിലെ ബന്ധുക്കൾ, അയൽക്കാർ എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് ഈ ലോക്കൽ പോലീസിന് മൊഴി നൽകിയവരുടെയും നൽകാത്തവരുടെയും വിവരങ്ങൾ പട്ടികയാക്കി വീണ്ടും ഹാജരാക്കാൻ നോട്ടീസ് നൽകും. ക്രൈംബ്രാഞ്ച് അതിനുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ലോക്കൽ പോലീസ് ശേഖരിച്ചിട്ടുള്ള മൊഴികളിലെ വൈരുദ്ധ്യം ഈ രീതിയിൽ പരിശോധിക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആൾത്തർ നഗറിലെ ഈ നയന സൂര്യ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ ക്രൈംബ്രാഞ്ച് സംഘം എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇരുനില വീടിന്റെ 2ാമത്തെ നിലയിലാണ് നയന താമസിച്ചിരുന്നത്. ഇവിടെ തന്നെയാണ് നയനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും. അതുകൊണ്ട് തന്നെ ഇന്നലെ 13 അംഗ അന്വേഷണ സംഘം, 13 പേരടങ്ങുന്ന ക്രൈംബ്രാഞ്ച് SP മധുസൂദന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ ആൾത്തർ നഗറിലെ വീട്ടിലെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. ഈ അന്വേഷണ സംഘം പരിശോധിച്ചത് തന്നെ ഏതെങ്കിലും രീതി, ഒന്നെങ്കിൽ മതിൽ ചാടിയോ അല്ലെങ്കിൽ ടെറസിൽ നിന്നോ ഈ മറ്റു ആരെങ്കിലും ഈ റൂമിലേക്ക്, നയന മരണപ്പെട്ട മുറിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചത്. കൃത്യമായിട്ടുള്ള അതിന്റെ അളവുകളും മറ്റും ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ നയനയുടെ വീട് കൊല്ലം ഓച്ചിറയിലാണ്. അവിടെയും എത്തി തെളിവെടുപ്പ് നടത്താനുള്ള പരിശോധന നടത്താനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ഉള്ളത്. ഈ നയനയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയതോട് കൂടിയിട്ടാണ് ഈ കേസിൽ തന്നെ വലിയ രീതിയിൽ വഴിത്തിരിവുണ്ടായത്. ഇന്നലെ ഈ വീട്ടിൽ വിശദമായ പരിശോധനയാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയത്. നയനയുടെ മുറിയുടെ വാതിൽ പൂട്ടിയിരുന്നോ എന്നത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി. ഒപ്പം ഈ അകത്തു നിന്ന് കുറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധന നടത്തിയ DCRB ഡയറക്ടറും 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിലെ വൈരുദ്ധ്യങ്ങളും ഈ പ്രത്യേക അന്വേഷണ സംഘം മനസ്സിലാക്കും. ഒപ്പം തന്നെ ഈ നയന മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്, അത് പരിശോധിക്കും. മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെ രൂപീകരിച്ച് ഫോറൻസിക് വിവരങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും വീണ്ടും പരിശോധിച്ചുകൊണ്ടും വീണ്ടും മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങുന്നത്. കമലേഷ്, ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ലോക്കൽ പോലീസിന്റെ ഇടപെടൽ അല്പം ദുരൂഹമായി തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം കാണുന്നത്. ഇതിൽ വ്യാപകമായി തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന ആക്ഷേപവും നിലവിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പുതിയ അന്വേഷണ സംഘത്തിന് തുടർന്നുള്ള അന്വേഷണം തുടക്കത്തിൽ തന്നെ ഈ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നത് ശരിയാണെങ്കിൽ അത് പുതിയ അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ്. നയന സൂര്യൻ്റെ ഡ്രസ്സടക്കം, അതായത് ചുരിദാർ അടക്കം, തലയണയുടെ കവറടക്കം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഫോറൻസിക് ലാബിൽ ഉണ്ടോ എന്നത് പരിശോധിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. ഇതിപ്പോൾ നിലവിൽ മിസ്സിംഗ് ആണ്, കാണാതായിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഇത് ഫോറൻസിക് ലാബിൽ ഉണ്ടോ എന്നതടക്കമുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? തുടർന്ന് അങ്ങോട്ടുള്ള ഈ ക്രൈംബ്രാഞ്ചിന്റെ തെളിവെടുപ്പിനടക്കം ഇത് ദോഷകരമായി ബാധിക്കില്ലേ? തീർച്ചയായും കമലേഷ്, ആദ്യം ഈ നയന സൂര്യന്റെ കേസ് അന്വേഷിച്ചിരുന്നത് മ്യൂസിയം പോലീസാണ്. എന്നാൽ ഈ മ്യൂസിയം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും ഈ നയനയുടെ മരണത്തിലെ ദുരൂഹതകൾ ഉള്ള സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായി പരിശോധന നടത്തിയില്ല. അതായത് നയനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ നയനയ്ക്ക് ക്ഷതമേറ്റതായും കഴുത്തിൽ മുറിവുള്ളതായും അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉള്ളതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണക്കിലെടുക്കാതെയാണ് ഈ ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധന നടത്തിയ DCRB ഡയറക്ടർ JK ദിനിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നയന സൂര്യന്റെ കേസ് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ആ രൂപീകരിച്ച അന്വേഷണ സംഘത്തെ തന്നെ പുനഃസംഘടിപ്പിച്ചിട്ടാണ് നിലവിലത്തെ ഈ 13 അംഗ
SP മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള 13-അംഗ സംഘം ഈ നയന സൂര്യന്റെ കേസ് അന്വേഷിക്കുന്നത്. ലോക്കൽ പോലീസിൽ നിന്ന് മധുസൂദനന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം ഈ കേസിലേക്ക് എത്തുന്നത് തന്നെ ഈ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളും ദുരൂഹ മരണമാണെന്ന ആരോപണമായി രംഗത്തെത്തിയതിനു ശേഷമാണ്. ഇത്തരം രീതിയിലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും മൊഴി രേഖപ്പെടുത്തുകയും ഈ തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന സാഹചര്യം തന്നെയാണ് മുന്നിലുള്ളത്. ഈ അന്വേഷണം ആരംഭിക്കുന്നതിന് കേസ് ഫയൽ കൈമാറുന്ന സമയത്താണ് ക്രൈംബ്രാഞ്ച് ഈ നയന മരണസമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, തലയണയുറ, പുതപ്പ് തുടങ്ങിയ വസ്ത്രങ്ങൾ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്താൻ കഴിയാതിരുന്നത്. ഇത് ഫോറൻസിക് ലാബിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചിരുന്നത്. അതിൽ വ്യക്തത വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്നാലും ഈ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കേസ് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം ഈ ആൽത്തർ നഗറിലെ വീട്ടിലെത്തി പരിശോധന നടത്തുകയും ഈ നയനയെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച് മറ്റൊരാൾ കടന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളാണ് ഈ പോലീസ് പരിശോധന. നയന മരണപ്പെട്ടിട്ട് 4 വർഷമാവുകയാണ്. ഇപ്പോൾ ആ വീട്ടിൽ മറ്റ് വാടകക്കാരും താമസിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രതി വരുന്ന സാഹചര്യമാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിച്ച് ഇന്നലെ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇത്തരത്തിൽ നയനയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തുക, അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുക എന്നത് സുപ്രധാനമാണ്. കാരണം നയനയെ ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം ആ രീതിയിൽ ഒരു തെളിവെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മുന്നിൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും ഫോറൻസിക് റിപ്പോർട്ടുകളും ഒപ്പം തന്നെ മറ്റ് രാസപരിശോധനാ സ്ഥലങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷവും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുള്ളത്. അത്തരം നീക്കങ്ങളിലേക്കാണ് ക്രൈംബ്രാഞ്ച് സംഘം കടക്കുന്നതും. കമലേഷ്, വ്യക്തമാണ് ഹരിഷ്മ. യുവ സംവിധായിക നയന സൂര്യന്റെ ദുരൂഹ മരണത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം വിശദമായ അന്വേഷണം ആരംഭിക്കുകയാണ്. ഇതിനു മുന്നോടിയായി ഇന്നു മുതൽ മൊഴിയെടുപ്പ് ആരംഭിക്കുന്നു. നയനയുടെ സഹോദരന്റെയും 3 സുഹൃത്തുക്കളുടെയും മൊഴിയാകും സംഘം ആദ്യം ശേഖരിക്കുക. വിവരങ്ങൾ നൽകിയത് ഹരിഷ്മ SL, തിരുവനന്തപുരത്ത് നിന്നും.